അപ്പോൾ ഇതാണ് നമ്മൾ 450 നാളികേരം ഉണങ്ങുന്ന ഡ്രയർ. ഇതിൽ തന്നെ നമുക്ക് 350 നാളികേരം ഉണങ്ങുന്ന ഡ്രയറും 380 നാളികേരം ഉണങ്ങാൻ പറ്റുന്ന ഡ്രയറും വരുന്നത് കേട്ടോ. ഈ ബോഡിയാണ് നമ്മൾ ഹൈലോൺ ഷീറ്റിൽ നമ്മൾ ഈ ബ്ലൂ കളർ പെയിൻ്റ് ഒക്കെ അടിച്ചതാണ്. ഇത് 2 കൺട്രോൾ വരുന്നതാണ്. ഇതാണ് ഒരു കൺട്രോൾ, ഇത് മറ്റൊരു കൺട്രോളാണ്. ഈ കൺട്രോൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നേരത്തെ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന 2 ക്ലിപ്പ് കേട്ടോ. ഈ 2 ക്ലിപ്പാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിവശത്ത് ക്ലിപ്പ് വരത്തില്ല. ചില കസ്റ്റമറൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അടിവശത്ത് ക്ലിപ്പ് ഇല്ലാതെ തുറന്നിരിക്കുന്നത്. ഇതിന് പ്രത്യേകത ഇതിന് നമ്മൾ വീല് വരുന്നുണ്ട്. ഈ വീല് വെച്ചിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നേരത്തെ നമ്മുടെ ഡ്രൈവറിലൊന്നും വീല് സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീല് ഇതിന് എല്ലാ ഭാഗത്തും വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിന് മുകളിലായിട്ട് രണ്ട് ഹെവി ആയിട്ടുള്ള 2 ലോക്കാണ് വരുന്നത്. ഈ ലോക്കുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കുറച്ച് ബലം പ്രയോഗിച്ചാൽ നമുക്ക് ഈ ഹോളുകളൊക്കെ നമുക്ക് തുറക്കാൻ കഴിയും. മോയ്സ്ചർ പോകാനുള്ള ഹോളുകളൊക്കെയാണ് കാണുന്നത്. പച്ചനാളികരം ഇതിൽ വെക്കുകയാണെങ്കിൽ ആ ഹോളിൽ ക്യാപ്പ് നമ്മൾ അടയ്ക്കണം. ഒരു ക്യാപ്പൊക്കെ തുറന്ന് വെക്കുക. അത് ചിരട്ടിൽ നിന്ന് കിടത്തതിന് ശേഷമാണ് വെക്കുന്നതെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പല വിധത്തിൽ വീഡിയോ മൾട്ടിപർപ്പസ് ആണ്. എല്ലാ സാധനവും നമുക്കിതിൽ ഉണക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് തുറന്ന് വരാം നമുക്ക്. അപ്പോൾ ഇതിൽ കാണുന്നത് നമുക്ക് സ്റ്റീൽ ട്രേ ആണ്. സ്റ്റീൽ ട്രേ പല കസ്റ്റമറും നമ്മൾ സ്റ്റീൽ ട്രേ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലാണ് സ്റ്റീൽ ട്രേ കാണുന്നത്. ഇത് ടോട്ടൽ 28 ട്രേ ആണ് വരുന്നത്. ഇതാണ് ഈ സ്റ്റീൽ SS 304 എന്ന ട്രേ ആണ്. ഈ ട്രേയിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ട്രേ ആണ്. ഇതിന് ഹെവി ആയിട്ടുള്ള ഏകദേശം 10 mm വരുന്ന ഫ്രെയിമോട് കൂടിയുള്ള ട്രേ വരുന്നത്. ഇപ്പം വില കൂടും. ഇതാണ് പക്ഷേ എന്നാലും ഇതിൽ ഏകദേശം എത്ര നാളികേരം വെക്കണം അതിന് അത്യാവശ്യം വെയിറ്റ് വരുന്നത് ഹെവി ആയിട്ടുള്ള എന്ത് വെയിറ്റും താങ്ങാൻ പറ്റുന്ന ഒരു ട്രേ ആണിത്. ഇതിന് സുസ്ഥിരങ്ങൾ കൂടിയാണ് എയർ സർക്കുലേഷൻ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനത്തെ ടോട്ടലി 24. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി വരുന്നത് ഇതാണ്, മെറ്റൽ ഷീറ്റാണ് ഈ ബോഡി വരുന്നത്. അതുപോലെ ഇവിടെയും മെറ്റൽ ഷീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടലി 28 ട്രേ വരും. ഫുള്ളായിട്ട് സ്റ്റീലാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 30 mm തിക്നെസ് എന്ന് പറഞ്ഞത്. ഇതിന് 30 mm തിക്നെസ് ഉണ്ടാവും. ഇത് ചൂട് നമുക്ക് പുറത്ത് നേരിയ ചൂട് മാത്രമേ ഇത് പുറത്ത് അനുഭവപ്പെടുള്ളൂ. ഗ്ലാസ് കൂളിൽ നിന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ കമ്പനീൻ്റെ ഷോറൂമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് അവിടെ നടക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മളെ പൾവറൈസറാണ്. ഇത് പൾവറൈസർ പല തരത്തിലുള്ള പൾവറൈസർ കാണുന്നുണ്ട്. 4 ഹെഡ് പൾവറൈസർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൊപ്ര കട്ടർ ഇവിടെ കാണുന്നുണ്ട്. കൊപ്ര കട്ടർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഹെഡ് പൾവറൈസറാണ് ഈ കാണുന്നത്. 1 ഹെഡ് പൾവറൈസറാണ് ഇതുള്ളത്. ഒറ്റ ഹെഡ് കസ്റ്റമറിന് ആവശ്യമായിട്ടും ഒറ്റ ഹെഡായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മോട്ടറൊക്കെ അവിടെ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതാണ് കൊപ്ര കട്ടർ. ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടറാണ് ഈ കാണുന്നത്.